ഹായ് ഗെയ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇത്രയും നേരം ഞാൻ ആ ഒരു സാധനം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ വീഡിയോ കാണിക്കാൻ പറ്റിയില്ല, കാരണം ഒരുപാട് അതിന് പണിയുണ്ട്. പിന്നെ മൊബൈൽ ഫോണിൽ വെറുതെ എന്തിനാ സ്റ്റോറേജ് കളയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ ചിലപ്പോൾ ഞാൻ മൊബൈൽ ഫോണിലൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ മെമ്മറി കാർഡ്, എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഞാൻ മെമ്മറി കാർഡൊക്കെ മേടിക്കും. അപ്പോൾ അതിന് ശേഷം ഞാൻ ചിലപ്പോൾ റെക്കോർഡിങ് തുടങ്ങും എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ് ഞാൻ മെമ്മറി കാർഡ് ഒക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത് തുടങ്ങും. അത് ചിലപ്പോഴാണ്. അപ്പോൾ അത് വേറെ നല്ല ഞാൻ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, മൊബൈൽ ഫോണിൻ്റെ സ്റ്റാൻഡ്. നമ്മൾ ഈ മൊബൈൽ ഫോണ് എവിടെയെങ്കിലും ഒരു കുത്തി വയ്ക്കണ്ടേ, എവിടെയെങ്കിലും ഇങ്ങനെ വെക്കണ്ട, എന്നാലല്ലേ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് എൻ്റെ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഇനിയുണ്ട് പണി, കാരണം മൊബൈൽ ഫോൺ വെക്കുന്ന ഇതിന് മാത്രം ഇപ്പായിട്ടുള്ളൂ. പിന്നെ ഈ സ്ക്രാച്ചൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയും പണികളുണ്ട്. അതിനെ ഉരച്ചൊന്ന് ചെത്തി മിനുക്കിയെടുക്കണം. പിന്നെ നീളം കൂട്ടണം, പിന്നെ ഹൈറ്റ് കൂട്ടണം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ ഇത് നാശമായി കഴിഞ്ഞാൽ അടുത്ത് വയ്ക്കാം, കാരണം ഇത് ഡ്രീം കേക്കിൻ്റെ പെട്ടിയാണ്. നമ്മൾ കഴിക്കുന്ന ഡ്രീം കേക്കില്ലേ, അപ്പം അതിൻ്റെ ഒരു പെട്ടിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത് എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ്. അപ്പോൾ ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിൽ വെച്ചിട്ടാണ് വ്ളോഗ് ചെയ്യുക. അപ്പോൾ അതോടുകൂടി ഞാൻ നിർത്താണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനലിന് നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ചെത്തി മിനുക്കാനുണ്ട്, മിനുസപ്പെടുത്താനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് ശേഷം എനിക്ക് വെക്കാനായിട്ട് പറ്റൂ. കാരണം ഈ മൊബൈൽ ഫോൺ ഒരു ഡാമേജ് വരാൻ പാടില്ല. ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഡെമോ ഇങ്ങനെയാണ് എൻ്റെ ഈ സംഭവം. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചാൽ ഇങ്ങനെ വെച്ചാൽ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യം ഞാൻ ചെയ്തത്, ഇതിൻ്റെ മൂടിമോ ഒരു സ്കെച്ച് വരച്ചിട്ട് നേരെ ഒരു വരച്ച്. കാരണം നമ്മൾ ഇരുമ്പാണ്, അപ്പോൾ ഇരുമ്പ് ഇങ്ങനെ വെട്ടി മുറിക്കാൻ അത്ര എളുപ്പമല്ല, നല്ലൊരു കഷ്ടപ്പാടാണ്. ഞാൻ കത്തി വെച്ചിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ ആക്കി വെട്ടിയെടുത്തത്. പിന്നെ അതിന് ശേഷം അതിനുള്ളിൽ ഒരു സംഭവം കൂടി ചെയ്യണം. നമ്മുടെ ഈ മൊബൈൽ ഫോണൊന്ന് ഇരുത്തണ്ടേ, അതിനൊന്ന് ഇരുത്തണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉള്ളിൽ അങ്ങനെ ചെയ്ത്. പിന്നെ പുറത്തിങ്ങനെ ചെയ്ത് ചാരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് മൂടിയും പിന്നെ മൂടിയും നടുക്കിലും ഇങ്ങനെ ഒരു ഹോള് ഇട്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ നല്ല രീതിയിൽ തന്നെ ഇരിക്കും. പിന്നെ അറിയാലോ, ചെറുതായിട്ട് തട്ടി കഴിഞ്ഞാൽ പോവില്ല, വല്ലാണ്ട് ഇളക്കി കഴിഞ്ഞാൽ പോവും. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മൊബൈൽ ഫോണൊന്ന് ഇതുവഴി കയറി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ മൊബൈൽ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ഹോളിലൂടെ
മൊബൈൽ ഫോൺ വയ്ക്കുക. അപ്പോൾ വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അത് ഉള്ളിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അത് 100% എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എനിക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് ഓക്കെയാണോ എന്ന് എനിക്കറിയില്ല. ഇനി കണ്ടില്ലേ, ഷെയ്ഡ് ചെയ്യാനുണ്ട്, കുറച്ച് പണികളുണ്ട്. വേണ്ട ഇവിടെ സൈഡിലൊക്കെ ഷാർപ്പിങ്, അപ്പോൾ അതൊക്കെ ചെത്തി മിനുക്കണം, എന്നാലേ ഇത് ഓക്കെ ആവുള്ളൂ. ഇപ്പോൾ 100% ഓക്കെയാണ്. ചെത്തി മിനുക്കാനുണ്ട്, ഒരുപാട് പണികളുണ്ട്. പിന്നെ ഒരു വടി വെക്കണം, വടി അതിൻ്റെ ചെറിയ പരിപാടിയുണ്ട്. ഇപ്പം ഇങ്ങനെ ഇരിക്കട്ടെ, ചെറിയ പരിപാടിയുണ്ട്. വടി വയ്ക്കാനുള്ള ഞാൻ ആലോചിച്ച് വെച്ചേക്കണത് നമ്മുടെ ഏറ്റവും കനം കൂടിയ PVC പൈപ്പ്. അത് ചേട്ടനോട് ചോദിച്ചിട്ട് വേണം എടുക്കാൻ. അതിനിവിടെ ഉപയോഗശൂന്യമായ ഇതൊക്കെ ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് വേണം എടുക്കാൻ. അപ്പോൾ സ്വന്തം ചെലവിലൊരു ട്രൈപോഡ് ഉണ്ടാക്കാനാണ് പ്ലാൻ. ട്രൈപോഡ് പോലുള്ള സാധനം. അപ്പോൾ എൻ്റെ ഐഡിയ അനുസരിച്ച് ഞാൻ ആദ്യത്തെ ഘട്ടം ചെയ്ത്, അപ്പോൾ ഞാൻ ഇനി ബാക്കി കാര്യങ്ങൾ മൊബൈൽ ഫോൺ ഒന്ന് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഞാൻ പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ മൊബൈൽ ഫോണിലാണ് നമ്മൾ റെഡിയാക്കി വെച്ച ഡ്രീം കേക്കിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് ഞാൻ മൊബൈൽ ഫോണൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി പരിപാടി ഉണ്ട്, കുറച്ചുകൂടി ഇതാക്കണം. പിന്നെ ഇത് ചെരിഞ്ഞ് പോയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കറക്റ്റാക്കണം. ചെരിഞ്ഞ് പോയിട്ടുണ്ട്, അപ്പോൾ കുറച്ചുകൂടി പണിയുണ്ട്. ഇതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 മിനിറ്റ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം മൊബൈൽ ഫോൺ ഞാൻ ഇതിൽ ഇറക്കി വെച്ചിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അതിങ്ങനെ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പിന്നീട് എപ്പോഴും ഞാൻ വേറൊരു ബോക്സ് കിട്ടുമ്പോൾ ഞാൻ റെഡിയാക്കാം. അപ്പോൾ ഈ എക്സ് ബ്ലേഡോട് ഒരു കാര്യമില്ല, കാരണം എക്സ് ബ്ലേഡ് അതിൻ്റെ ഇതൊന്നും കാര്യമില്ല. കാരണം ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ ഉപയോഗിച്ചത് ഇതാണ്. പിന്നെ ഇത് ചിട്ടിയില്ലാത്തതുകൊണ്ടാണ് ഇതെടുത്തത്. അപ്പോൾ കാരണം അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. അത് ഇതെടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഭാഗമില്ല, ഒരു ഭാഗം ഈ ഷാർപ്പായിട്ടുള്ള ഭാഗമുണ്ട്, അതൊന്നിങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ ഷാർപ്പ് എന്തായാലും പോവും. പിന്നെ ഓരോ കടലാസൊക്കെ വേണം, ഓരോ കടലാസ്. പിന്നെ പണികളുണ്ട് ഇഷ്ടം പോലെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് ശേഷം ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ അതുവരെയ്ക്കും ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ അടുത്ത സംഭവമായിട്ട് വരാം. അപ്പോൾ അതുവരെയ്ക്കും ടാറ്റ ബൈ ബൈ, സീ യു.